ബന്ധമുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, താരിഖുസ് സ്വലാത്തി അലാ സിഹ്ഹതിഹി ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു. നിസ്കാരവും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നിസ്കാരവും മറ്റു കർമ്മങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. താരിഖുസ് സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, പൂർണ്ണമായ സ്വീകാര്യതയോടെ നിസ്കാരം നിർവഹിക്കാത്തവൻ, ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു, അവന്റെ തൗഹീദ് അല്ലാഹു സ്വീകരിക്കൂല. വലാ അമാനതഹു, അവന്റെ അമാനത്തും അല്ലാഹു സ്വീകരിക്കൂല. വലാ സദഖതഹു, അവന്റെ സദഖയും അല്ലാഹു സ്വീകരിക്കൂല. വലാ സിയാമഹു, അവന്റെ നോമ്പും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരം വളരെയധികം കരുതലോടെ ചിന്തിക്കണം. റമദാൻ ഷരീഫിലേക്കുള്ള ഒരു ഒരുക്കം കൂടിയാണ് നിസ്കാരം. എന്തേ തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് പറ്റാതെ പോകരുത്. തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് സുന്നത്തില്ലാത്ത ആളുകളായി മാറരുത്. ഒരുപാട് ഫർളുകൾ പരടിയിൽ കെട്ടിക്കൂടിയാൽ റമദാൻ അങ്ങ് വന്ന ഉസ്താദിനോട് ഒന്നും ആൾക്കാർ മനസ്സിലാക്കി, ഉസ്താദെ എനിക്ക് ഒരുപാട് നിസ്കാരം കലാ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എന്നാ നീ കലാ വിട്ടിക്കോ. അൽഹംദുലില്ലാ, സന്തോഷം. ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദല്ല മസല പറഞ്ഞതാണ്. അന്നെ എഹ്റുമുത്തവു സുന്നത്ത് നിസ്കാരം ആറാമാന്നില്ലേ? സുന്നത്തായ ഏതെങ്കിലും നിസ്കാരം പറ്റുമോ ഫർദ് ഖലാ ഉള്ള ആൾക്ക്? തറാവിയിലെ ചോദ്യം വരുള്ളൂ. തറാവീന് മാത്രല്ല, എല്ലാ റവാത്തിബിനും എല്ലാ സുന്നത്തിനും ബാധകമാണത്. ഓരോ നിസ്കാരത്തിന് മുമ്പും പിമ്പും നിസ്കരിക്കുന്ന റവാത്തിബിന് ബാധകമാണ്. ഫർള് പെരടിയിലുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. നിസ്കാരം ചെറിയ വിഷയമല്ല. നിസ്കാരം കറക്റ്റ് പാലിക്കുമ്പോഴേ ആഖിറത്തിൽ ജയിക്കാൻ പറ്റൂ, ദുനിയാവിലും ജയിച്ചവരാകൂ. ഖുർആൻ ഷരീഫിൽ ഈമാനോട് ചേർത്തി പറഞ്ഞ്, വിജയത്തോട് ചേർത്തി പറഞ്ഞ്, അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എണ്ണിപ്പറഞ്ഞ്, എവിടെങ്കിലും ഒരു സ്ഥലത്ത് സഹോദരങ്ങളെ നിസ്കാരം വിട്ടുപോയ ചരിത്രം കാണാൻ പറ്റൂല. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു എണ്ണി പറഞ്ഞൊരു വിഷയമാണ് നിസ്കാരം. മറ്റു പല അമലുകളും എണ്ണാത്തേടത്തും നിസ്കാരം അള്ളാഹു എണ്ണിയിട്ടുണ്ട്. എന്തേ കാരണം? നിസ്കാരം പ്രധാനപ്പെട്ട അവലംബമാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവർക്കും തമ്മിലെ വ്യത്യാസം അവർ കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? നിസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, അല്ലാത്തവൻ മുസ്ലിമല്ല. നമ്മുടെ കാഴ്ചപ്പാടല്ല, സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടാണ്. അവരങ്ങനെ പറയാറുമുണ്ട്, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ്സലാ. മുസ്ലിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ മുസ്ലിമോ എന്നവർ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് ഫാസിഖാണ്. അവനോട് സലാം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്കൊരു മാർഗം മാത്രമേ തിരിയുള്ളൂ, വിദേഹത്തുകാരനോട് സലാം പറയാൻ പറ്റൂല. എന്നാ സുഹൃത്തെ, നിന്റെ കൂടെ നടക്കുന്ന ആളില്ലേ, ഒരൊറ്റ വക്ത് നിസ്കരിക്കാത്ത ആളാണ്, ഒരു വെള്ളിയാഴ്ച പിന്നെ ആൾക്കാർ എന്തെങ്കിലും പറയില്ലെന്ന് എഴുതിയിട്ട് പള്ളിയിലേക്ക് വരും. ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആളാണ്, അവൻ ഫാസിഖാണ്. നീ അവനോട് എങ്ങനെ സലാം പറയും? മറ്റേ ആളോട് നീ സലാം പറയാത്തത് വിദേഹത്തുകാരനാണെങ്കിൽ അതേ നിയമം തന്നെയല്ലേ ഫാസിഖിനും? വിദേഹത്തുകാരന്റെ മയ്യത്ത് നിസ്കരിക്കൽ പാടില്ല, ഫാസിഖിന്റെ മയ്യത്ത് നിസ്കരിക്കലും പാടില്ല. വിദേഹത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഈ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അവന്റെ രോഗം കാണാൻ പോകാൻ പറ്റാത്തതുപോലെ ഇവന്റെ രോഗവും കാണാൻ പോകാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കിയത് വിദേഹത്തുകാർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഫത്ഹുൽ മീൽ പറഞ്ഞില്ലേ, വതുക്റഹു ഇഖ്തിദാഉൻ ഖൽഫ മുബ്തദീൻ വഫാസിഖിൻ. ഒരു മുബ്തദീനെ മാത്രമല്ലല്ലോ, ഫാസിഖിന്റെ പിന്നിലും തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. നിസ്കാരം ഒഴിവാക്കുന്ന ആള് ഫാസിഖാണ്. വൻകുറ്റമല്ലേ സഹോദരങ്ങളെ ആ ചെയ്തു കൂട്ടുന്നത്? നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം? ഇസ്ലാമിൽ ചെറിയൊരു സ്ഥാനം പോലും അള്ളാഹുവിന് കണക്കാക്കിയിട്ടില്ല. പട്ടിണി കടന്ന് വലഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുന്നിലൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോ ഒരു നായയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി അതിനെ പിടിച്ച് അറുത്ത് തിന്നൽ അയാൾക്ക് ഹലാലാണ്. കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു കരുതിയിട്ട് അങ്ങനെ ഒരു നായനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു നിസ്കരിക്കാത്തവൻ വരുന്നുണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തവന്റെ കാലിന്റെ തൊടയിൽ നിന്ന് ഇറച്ചങ്ങ് മുറിക്കണം, എന്നിട്ടത് തിന്നലാ വേണ്ടത്. ഈ നായന്റെ പവർ പോലും താരിഖുസ് സ്വലാത്തിനില്ല. നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം?
അപ്പൊ റമളാൻ ഷരീഫിലെ ഏറ്റവും ആത്മീയമായ ആരാധനയാണ്. ഇപ്പൊ നിങ്ങൾ ഉസ്താദുമാർ ദ്വാരക്കും ആമീൻ പറയല്ലേ, വഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി. ദാ ഖിയാമു നിസ്കാരാണത്, തറാവീ നിസ്കാരാണത്. തറാവീ നിസ്കാരത്തിന് തൗഫീഖ് വേണം, ദ്വാരക്കാറില്ലേ? പെരടിയിൽ ഫർളുണ്ടോ? മുക്കല്ലഫായതിനു ശേഷം ഫർളുകൾ പെരടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ? വീട്ടിൽ തുടങ്ങിക്കോളൂ, ഇന്ന് മുതൽ അങ്ങ് വീട്ടിൽ തുടങ്ങിക്കോളൂ. എന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് മുഴുവനും വീട്ടിക്കോളൂ. നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. വേറെ എന്തിനും വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ല. എത്ര സംഭവങ്ങളുണ്ട് ഇസ്ലാമിലെ. നിസ്കരിക്കണ്ടെന്ന് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ വരേണ്ടിയിരുന്നത് യുദ്ധത്തിനാണ്. പക്ഷെ യുദ്ധത്തിൽ നിസ്കരിക്കണം എന്നാണ് അല്ലാഹു ആയത്തിറക്കിയത്. അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ സായുധരായി കാത്തു നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കാവലിന് നിർത്തിയിട്ട് ഒരു കൂട്ടം ആൾക്കാരായിട്ട് വന്ന് ഇവിടെ നിസ്കരിക്കണം, അതും ജമാഅത്തായിട്ട്. എന്നിട്ട് ഇവര് പോയി അവിടെ കാവലിൽ നിന്നിട്ട് അടുത്തൊരു കൂട്ടർ വന്ന് പിന്നെയും നിസ്കരിക്കണം ജമാഅത്തായിട്ട്. സൂറത്തുൻ നിസായിൽ അല്ലാഹു ആയത്തിറക്കിയില്ലേ? എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. എത്ര ഒരു ഘട്ടമാ സഹോദരങ്ങൾ യുദ്ധം എന്ന് പറയുന്ന ഘട്ടം. എന്തും ചതിയിലൂടെ ചെയ്യാൻ കഴിവുള്ളവരില്ലേ ശത്രുക്കള്? എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്തും. എന്നിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശം നിസ്കരിച്ചോളണം. നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു തരുന്ന ബർക്കത്തിന് കയ്യും കണക്കുണ്ടോ? ഇഷ്ടം പോലെ ബർക്കത്ത് തരും. നിസ്കാരം ദായിമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളും നമ്മളെ മക്കളൊക്കെ നിസ്കരിക്കണം. ഞാൻ എൻ്റെ എല്ലാ സദസ്സിലും പറയലുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ അവർക്ക് നിസ്കാരം ഒഴിവായി പോകരുത്, രക്ഷിതാക്കളായ നമ്മൾ കുടുങ്ങിപ്പോകും അള്ളാഹുവിൻ്റെ അടുത്ത്. ഇപ്പൊ SSLC മറ്റൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതലാണ്. ഇപ്പൊ ളുഹറും അസ്റും മഗ്രിബും ഇശാ ഒക്കെ ഇശായിനാ നിസ്കരിക്കുന്നതെങ്കിൽ അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യും? അല്ല, ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അഭിപ്രായമെങ്കിലും മൈക്കിലൂടെ പറയാനാണ്. ഒരു പഠനത്തിന് വേണ്ടി അങ്ങനെ നിസ്കാരം ഒഴിവാക്കും, യുദ്ധത്തിന് വേണ്ടി നിസ്കാരം ഒഴിവാക്കില്ലല്ലോ. അതിന് വേണ്ട സൗകര്യങ്ങൾ എന്താ നമ്മൾ ആലോചിച്ച് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യണം. ആ സ്കൂളിൽ ഒരു പ്രെയർ ഹാൾ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെങ്കിൽ എത്ര സുഖമാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതുവരെ അവർക്ക് ജീവിതത്തിൽ നിസ്കാരം കളായിട്ടില്ല, ഒഴിവായി പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഡ്രസ്സിന്റെ കൂടെ ഒരു നിസ്കാര കുപ്പായം വെക്കും. എല്ലാ ഹോസ്പിറ്റലിലും പ്രെയർ ഹാൾ ഉണ്ട്. ഇവിടെ അല്ലേ ഹോസ്പിറ്റലൊക്കെ നിസ്കാര സൗകര്യങ്ങളില്ലേ? എത്ര സ്ഥലത്തുണ്ട്. നിസ്കരിക്കാനൊരു മുറിയുണ്ട്. അത് പള്ളിയല്ല, നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലമാണ്. ഖിബിലയും ശരിക്കും നോക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ഹോസ്പിറ്റലിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളെ ഹോസ്പിറ്റലിൽ വരെയുണ്ട്. നിസ്കാരത്തിന്റെ ലോകത്ത് അംഗീകാരമാണ്. എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ്. നിസ്കരിക്കാത്തവനാണോ അവനെ പരിഗണിക്കേണ്ടതില്ല. ലോകത്തത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അറിവല്ല, മൊത്തത്തിലുള്ള അറിവാണ്. ആ ഒരു പരാജയം തന്നെയാണ് സഹോദരങ്ങളെ മൊത്തത്തിൽ മുസ്ലിം വേട്ടയ്ക്ക് വന്നൊരു കാരണവും. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. മുസ്ലിങ്ങളുടെ ആത്മീയമായ വലിയ അഭിമാനം, അന്തസ്, അത് നിസ്കാരം ഉയർത്തിപ്പിടിക്കലാണ്. നിസ്കാരം ഏറ്റവും പ്രകടമായ അടയാളമാണ്. നിസ്കാരമില്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ? ജയിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും 18 ദിവസം വളഞ്ഞ ഒരു സ്ഥലമാണ് ത്വായിഫ്. 18 ദിവസം നബി തങ്ങളും സഹാബത്തും ഉപരോധിച്ചിട്ടുണ്ട്. ആ 18 ദിവസത്തിലും ത്വായിഫിലെ വീട്ടിൽ നിന്നൊരൊറ്റ കുട്ടി പോലും പുറത്തു വരാതെ ത്വായിഫിന്റെ വീട്ടിന്റെ ഉള്ളിൽ അങ്ങ് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. എല്ലാവരും തീരുമാനിച്ചു ആരും പുറത്തു പോകണ്ട, ഉള്ള ഭക്ഷണവും വെള്ളവും കുടിച്ചിട്ട് ഇവിടെ നിൽക്കാം. കാരണം അവരൊരു നേതാവുണ്ട്, ഉർവത്ത് ബിൻ മസ്ഊദ് തഖഫി റളിയല്ലാഹു അൻഹു. ആ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. അന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് ത്വായിഫിലില്ല, യമനിലാണ്. ഇവരൊക്കെ കോട്ടക്ക് ഉള്ളിലങ്ങ് ഒളിച്ചു നിന്നു. വീടിനുള്ളിൽ ആരും പുറത്തിറങ്ങിയില്ല. 18 ദിവസം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് മദീനയിലേക്ക് പോകാം. പോകുന്ന സമയത്ത് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി സഖീഫ, സഖീഫ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹ്ദി സഖീഫ ദുആ ചെയ്തിട്ട് മദീനയിലേക്ക് തിരിച്ചെത്തി. മദീനയിലേക്ക് തിരിച്ചെത്തിയ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവരെ നാട്ടിലെ നേതാവ് യമനിൽ നിന്ന് വരുന്ന വഴി മദീനയിൽ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ നാട്ടിൽ വന്നപ്പോ ഞാൻ അവിടെ ഇല്ല, ഞാൻ തങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിച്ചു. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ നാട്ടുകാരുടെ നേതാവാണ്. വിശ്വസിച്ചിട്ട് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ത്വായിഫിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. പോകട്ടെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ നാട്ടുകാര് ഭയങ്കര നാട്ടുകാരാണ്,
18 ദിവസം ഞങ്ങൾ അവിടെ ഉപരോധിച്ചിട്ട് ഒരൊറ്റ കുട്ടി പോലും ഇറങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇന്നഹും ഖാതിലൂക, അവർ നിങ്ങളെ കൊന്നുകളയും. ആ സമയത്ത് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇല്ല നബിയെ, ഞാൻ അവർക്ക് അത്രയും പ്രിയപ്പെട്ട നേതാവാണ്. വഅനാ അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം, അവരിലെ കന്യക സ്ത്രീകളെക്കാൾ എന്നോട് അവർക്ക് പ്രിയമാണ്. 18കാരിയായ മധുര 17കാരിയായ പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണുങ്ങളെക്കാൾ അവർക്ക് എന്നോട് ഇഷ്ടമാണ്, ബഹുമാനമാണ്. എന്തൊരു ഫംഗ്ഷൻ അവരെ വീട്ടിലുണ്ടോ, ഗോത്രത്തിലുണ്ടോ, നാട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ, ഞാൻ അറിയാതെ നടക്കാറില്ല. അത്രയും പ്രിയപ്പെട്ട നേതാവാണ് ഞാൻ. എന്നാ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ ഞാൻ തടയുന്നില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ച് നാട്ടിലേക്ക് എത്തി. അന്നത്തെ രാവിലെ സുബൈക്ക് വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് വാങ്ക് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹിന്റെ വാങ്ക് ത്വായിഫിൽ അങ്ങ് മുഴങ്ങിയപ്പോ പല ഭാഗത്തുനിന്നും കുടുംബങ്ങൾ സജീവമായി എണീറ്റ് വന്നു. വാങ്ക് കൊടുക്കുന്നവരെ നേതാവാണെന്നറിയാം, പക്ഷേ ഇസ്ലാമിനോടുള്ള അരിശം കൊണ്ട് വാങ്ക് പൂർത്തിയാക്കാൻ സമയം കൊടുക്കാതെ അമ്പെയ്ത് കൊന്നുകളഞ്ഞു. ചില ഭാഗത്തു നിന്നൊക്കെ കാരണവന്മാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മദീനക്കാർക്ക് ഇനി എളുപ്പത്തിൽ നമ്മളെ നാട്ടിൽ വരാം, പ്രതികാരം ചോദിക്കാം. കാരണം സ്വന്തം വീട്ടിന്റെ മേലെ കയറിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് നമ്മൾ എന്തിനാ അമ്പറിയേണ്ട ആവശ്യം? നമ്മളെ ചീത്ത പറഞ്ഞിട്ടില്ല, നമ്മുടെ ഇലാഹുകളെ പഴിച്ചിട്ടില്ല. അല്ലാഹു വലിയവൻ, അല്ലാഹു വലിയവൻ എന്ന സുന്ദരമായ ശബ്ദം മുടക്കിയത് നമ്മൾ ആരുടെയും തറവാട്ട് വീട്ടിൽ വന്നിട്ടല്ലല്ലോ, സ്വന്തം വീട്ടിന്റെ മുകളിലല്ലേ. അതുകൊണ്ട് മദീനക്കാര് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ കുറച്ചാളുകൾ വാഹനം സംഘടിപ്പിച്ച് വേഗം മദീനയിലേക്ക് പോകണം. എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിലായിട്ട്, മുസ്ലിമായിട്ട് ഇസ്ലാം സ്വീകരിക്കണം. ഇവർ കുറച്ചാൾ വേഗം വാഹനം റെഡിയാക്കി മദീനയിലേക്ക് നീങ്ങി. അവരിങ്ങനെ വരുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഈ സംവിധാനങ്ങളൊന്നില്ലല്ലോ സഹോദരങ്ങളെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഈ സംവിധാനം ആവശ്യമില്ല. കണ്ട പാടെ തങ്ങൾ പറഞ്ഞു, നേതാവിനെ കൊന്നിട്ടാണ് അനുയായികൾ വരുന്നത്. വരുന്ന ആൾക്കാരെ കണ്ടില്ലേ, അവരെ സ്വന്തം നേതാവിനെ കൊന്നിട്ടാണ് അവർ വരുന്നത്. അന്നത്തെ ഒരു വക്ത് പോലും നിസ്കരിക്കാൻ, വാങ്ക് പോലും കൊടുത്തു തീർക്കാൻ ആ ജനത അനുവദിച്ചില്ല. അവരോട് പറഞ്ഞു, നേതാവിനെ കൊന്നു അല്ലേ, ഞങ്ങൾക്ക് മാപ്പ് തരണം നബിയേ. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി. ഇസ്ലാമിലേക്ക് വന്നാ പിന്നെ അള്ളങ്ങ് പുറത്തു കൊടുത്തല്ലോ, പിന്നെ അവരെ ശിക്ഷിക്കാൻ അവിടെ പഴുതില്ലല്ലോ. അവരവിടെ കുറച്ചു കാലം താമസിച്ചു. മദീന പള്ളിക്ക് ചുറ്റും അവർക്ക് ടെന്റുകൾ നിർമ്മിച്ചു. നിസ്കാരം അവർ പഠിച്ചു, ഖുർആൻ പഠിച്ചു, ആശയങ്ങളൊക്കെ പഠിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുടുംബക്കാരെ കാണണം, നാട്ടിലേക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചു വന്നു. വന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്മതം തരാം, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ. അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് 1-2 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണം. എന്താ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചോദിച്ചോളൂ. അവര് പറഞ്ഞു, ലക്ഷങ്ങൾ മുടക്കി, ഒരുപാട് ആയിരങ്ങൾ മുടക്കി ഞങ്ങൾ സ്വർണവും വെള്ളിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ കൈകൊണ്ട് ഒരുപാട് സമയമെടുത്ത് പരിശ്രമിച്ചുണ്ടാക്കിയ ഒരുപാട് പ്രതിമകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങളാണല്ലോ അതിന് ചെലവ് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തകർക്കാൻ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞൊരു വിഷമാണ് എന്ന് പറഞ്ഞു. ഇവര് ലക്ഷങ്ങൾ മുടക്കി പഴയ കാലത്ത് ഉണ്ടാക്കിയതാണ്. തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അതങ്ങ് താനെ പോയിക്കോളും, അതങ്ങ് തകർന്നു പോയിക്കോളും, നിങ്ങൾ ആരും തുടർന്നും വേണ്ട, പൊളിക്കും വേണ്ട. രണ്ടാമത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. നിങ്ങൾ എന്ത് വിട്ടുവീഴ്ച? അവര് തന്നെ ഉണ്ടാക്കിയതാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, അത് താനെ പോയിക്കോളും. രണ്ടാമത് പറഞ്ഞു, നബിയെ 5 വക്തുള്ള നിസ്കാരം ഒന്ന് ചുരുക്കി തരണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അതൊരിക്കലും നടക്കൂല. ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫിഹാ. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വരിയാണത്. ലാ ഖൈറ ഫീ ദീനിൻ ലാ സ്വലാത്ത ഫീഹാ. നിസ്കാരമില്ലാത്ത ദീനിൽ ഒരു നന്മയുമില്ല, നിസ്കാരമില്ലാത്ത ദീനിൽ ഒരു ഖൈറുമില്ല. എല്ലാം സജീവ പ്രവർത്തകനാണ്, സജീവ അംഗമാണ്, മറ്റേ അംഗമാണ്, പക്ഷേ നിസ്കാരമല്ല. എന്ത് ദീനാണ്? നിസ്കാരമല്ലാത്ത ദീനിൽ ഒരു ഖൈറുമില്ല. നിസ്കാരമുണ്ടോ അതിലെല്ലാ ഖൈറും ഉണ്ട്, എല്ലാ ബറക്കത്തും ഉണ്ട്.
വെള്ളിയാഴ്ച ഓതി കേൾക്കുന്ന ആയത്തല്ലേ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത്? ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്കാ, മനസ്സ് ശുദ്ധിയാക്കി അന്ധകാര വിശ്വാസങ്ങളൊക്കെ നീക്കി ശരിയായ വിശ്വാസം സ്വീകരിച്ച മനുഷ്യൻ ജയിച്ചുപോയി. വദക്കറ സ്മ റബ്ബിഹി, അവൻ സ്വന്തം നാവുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു അമലാണ് അല്ലാഹു എണ്ണി പറഞ്ഞത്, ഫസല്ലാ, അവൻ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കാത്തവർക്ക് വിജയമില്ലേ? ഇല്ലേ, ഇല്ല. മരിക്കുന്ന നേരത്ത് ഈമാൻ തെറ്റിപ്പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠിപ്പിച്ചപ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഏറ്റവും കൂടുതൽ മരണത്തിന്റെ നേരത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യൻ നിസ്കാരം പരിഗണിക്കാത്തവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യാത്രയിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, രോഗിയായിട്ടാണെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിന് വിട്ടുവീഴ്ച വരുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. കറക്റ്റ് നിസ്കരിക്കുന്ന കുടുംബമാണോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ. ബറക്കത്തിനൊരു കുറവുണ്ടാകൂല. നിസ്കാരം ഖളാക്കുന്ന ആളുകൾ ഇടക്കിടക്ക് അവിടെ കയറി വിസിറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ബറക്കത്തിന് നല്ലോണം കുറവും കാണും. നമ്മൾ മാത്രം, ഒരാൾ വീട്ടിൽ ഉപ്പ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ, ഉമ്മ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ. നിസ്കാര പ്രായമെത്തിയ മെമ്പർമാര് മുഴുവനും നിസ്കരിച്ചോളണം. വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട് ഒരു മരുമകള്, മകന്റെ ഭാര്യ, അവരും നിസ്കരിക്കണം. എല്ലാവരും നിസ്കരിക്കണം. നിസ്കരിക്കാൻ നിർബന്ധമുള്ള എല്ലാ കക്ഷികളും നിസ്കരിക്കണം. അതുകൊണ്ടല്ലേ ചെറുപ്രായത്തിൽ തന്നെ അത് പ്രാക്ടീസായി കൊണ്ടുവരുന്നത്. ഈ നിസ്കാരം നമ്മുടെ പെരടിയിൽ ഫർളുള്ളത് കൊണ്ട് റമളാനിൽ ആത്മീയമായ നിസ്കാരം തറാവീഹിന് ഭംഗം വരരുത്. അങ്ങനെ ഫർളും കാര്യങ്ങളൊന്നും പെരടിയിലില്ലെങ്കിൽ തറാവീഹ് നിസ്കരിക്കാൻ നല്ല സുഖമാണ്, നല്ല ആത്മീയമായ മധുരമാണ്. കാരണം ഇപ്പൊ ഈ തറാവീഹ് നിസ്കരിക്കുന്നത് വെറുതെ ആകും. ചിലര് ചോദിക്കും, ഈ തറാവീഹ് ഉസ്താദെ ഫർളിലേക്കും കൂട്ടൂലെന്ന്. കൂട്ടൂല. ഫർളിലുള്ള പോരായ്മ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല പരിഗണിക്കുന്ന ഹദീസിലുണ്ട്. ഫർളിന്റെ സ്ഥാനത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വെക്കൂല. ഫർളായിട്ട് നിസ്കരിക്കണം. ആ നിസ്കാരത്തിന്റെ ഒരു കമ്മി എല്ലായിടത്തും കാണുന്നുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, കടലിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഒക്കെ നിസ്കരിച്ചോളണം. നിങ്ങൾ നോക്കൊരു ഫ്ലൈറ്റ് അങ്ങോട്ട് കയറി, വിമാനം കയറി താഴെ ഇറങ്ങണവരെ ബേജാറാണ്. മുമ്പ് ബേജാറൊന്നുമില്ല, ഇപ്പൊ ബേജാറാണ്. കാരണം നമ്മൾ നോക്കിയാൽ 10 മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും ഉറക്കിലേക്ക് വീണിട്ടുണ്ടാവും. പിന്നെ ഇറങ്ങുന്ന നേരം വരെ ഉറക്കില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു വക്ത് 2 വക്ത് കഴിയുന്നുണ്ട്. നിസ്കാരം നിർബന്ധമല്ലേ? നിർബന്ധമുണ്ട്. ഉളു കൊടുക്കാനവിടെ സൗകര്യമല്ലേ? സൗകര്യമുണ്ട്. ആ ഉള്ള സൗകര്യം മാനിച്ച് ഉളു എടുത്ത് ഉള്ള സീറ്റിൽ ഇരുന്നിട്ട് സമയത്തെ മാനിച്ച് നിസ്കരിക്കണം. ഇറങ്ങിയിട്ട് പിന്നെയും കിബിലയും മറ്റും ശരിയാകാത്തത് കൊണ്ട് നിസ്കാരം അടക്കണം. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ വൻകുറ്റം ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും. രോഗിയായി കിടക്കുക, ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല, ഉറങ്ങുന്ന പ്രശ്നമില്ല, പത്രം വായിക്കുന്ന പ്രശ്നമില്ല, കാസറ്റ് കേൾക്കുന്നുണ്ട്, വയലുകളൊക്കെ കേൾക്കുന്നുണ്ട്. ആകെ കുഴപ്പം ഒന്നിനേ ഉള്ളൂ, നിസ്കരിക്കാൻ. ആകെ പ്രശ്നം ഒന്നിനേ ഉള്ളൂ. എന്താണ് അയാൾക്ക് അസുഖം? അയാളെ കാലിനും കയ്യിനൊക്കെ ചെറിയ സ്ക്രാച്ച് വന്ന് കെട്ടിക്കിടക്കാണ് അയാൾ. അപ്പൊ അയാൾ ചോദിച്ചു, ഉസ്താദെ തയമ്മും ചെയ്ത് നിസ്കരിച്ചാലോ? തയമ്മും ചെയ്ത് നിസ്കരിച്ചോളൂ. ഇത് പിന്നെ മടക്കേണ്ടി വരും, പിന്നെ മടക്കേണ്ടി വരും. 2 പണിക്കാകൂല. അതാ അല്ലാഹു തആലയുടെ ശുക്രാണത്. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഈ മരുന്നൊക്കെ ഫലിപ്പിക്കുന്നവൻ ആരാ? ഈ ഭക്ഷണം ദഹിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഗുളികയും മറ്റുമൊക്കെ കഴിച്ചിട്ട് വേദന മാറ്റിക്കൊടുക്കുന്നവനാരാണ്? ആക്സിഡന്റ് പൊട്ടിയിട്ട് പൊടിപൊടിയായ എല്ല് ഒന്ന് വരിച്ചു കൂട്ടിയിട്ട് പെറുക്കിയെടുത്തിട്ട് അതവിടൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുമ്പോ സംയോജിപ്പിക്കുന്നവൻ ഡോക്ടറല്ല, ഡോക്ടർ ചെറിയൊരു നിമിത്തമാണ്. വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. 4 മാസം അവൻ കിടന്നിട്ട് അവന്റെ കാലിനൊരു വേദനയുമില്ലാതെ പരിപൂർണമായി സുഖമായി അവൻ ജീവിക്കുമ്പോ അവൻ നന്ദിയോടെയാണോ രോഗിയായി കിടന്നത്? നന്ദികേടുള്ളവനായിട്ടാണോ രോഗിയായി കിടന്നത്? എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ അവൻ നിസ്കരിച്ചു. ആ നിസ്കാരം ഷർത്തത്തെ നിസ്കാരമല്ല. പിന്നവൻ അതിന്റെ കണക്ക് നോക്കിയിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ വീട്ടിയെടുത്തു. അവൻ വിജയിച്ചവനാണ്. അതേ സമയത്ത് 4 മാസം അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം നിസ്കരിക്കാതെ പിന്നെ മടക്കുമ്പോഴോ വൻകുറ്റം ചെയ്തവനാണ്. ഖളാ വീട്ടിയാ മാത്രം പോരാ, തൗബ ചെയ്തേ പറ്റൂ.
പറ്റൂ. കള്ളു കുടിക്കും പോലെ വൻകുറ്റമാണ്, വ്യഭിചരിക്കും പോലെ വൻകുറ്റമാണ്. അല്ല, അതിനേക്കാൾ കടുപ്പമേറിയ വൻകുറ്റമാണ്. നിസ്കാരവും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ റമളാനിൽ അതുകൊണ്ടല്ലേ രാത്രി നിസ്കാരവും പകല് നോമ്പും നമ്മുടെ ആത്മീയതക്ക് വലിയ കൂട്ടേണ്ടതാണ്. ആ റമളാനിലെ തറാവീഹ് നിസ്കാരത്തിന് സ്വഹാബത്ത് വളരെ സന്തോഷത്തോടെ കാത്തു കഴിഞ്ഞത്. അതേ ഇടക്കൊന്ന് വിശ്രമം കിട്ടുന്ന നേരത്ത് മക്കക്കാരായ സ്വഹാബ തവാഫ് ചെയ്തിട്ട് സമയം മുതലാക്കിയത്. മദീനക്കാരായ സ്വഹാബ പിന്നെയും 2ഉം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ചത്. വിശ്രമിക്കാൻ ഇമാമ് നേരമെടുക്കുമ്പോ മഅ്മൂമീങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് നിസ്കരിക്കാണ്. നമ്മുടെ നാട്ടിൽ ആ വിശ്രമത്തിന്റെ സമയത്ത് ആ ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, അതേ ചില്ലറ ചുരുങ്ങിയ സ്വലാത്തും ദിക്റും ചൊല്ലുന്നത്. ആ മഹാന്മാര് മക്കക്കാര് തവാഫും, മദീനക്കാരിടക്ക് വീണ്ടും സ്പെഷ്യലായി സാധാ വെറും സുന്നത്ത് നിസ്കാരവും നിസ്കരിച്ച് ആനന്ദം കൊള്ളുന്ന തറാവീഹ് നിസ്കാരത്തിൽ 20 റക്അത്തിൽ തന്നെ നമുക്ക് ആത്മീയമായ മാറ്റമുണ്ടാകണം. അതിന് ഞാൻ പറഞ്ഞു വെച്ചൊരു വിഷയം മറക്കരുത്. ഫർളിന്റെ കട്ടിയും കനവും നമ്മുടെ പെരടിയിൽ നിന്ന് മാറ്റണേ. അതങ്ങനെ ഓരോ കാലവും അങ്ങനെ കൂടിക്കൂടി വന്നാൽ മരിച്ചിട്ട് എല്ലാവരും കൂടി 70,000 തഹ്ലീൽ ചെല്ലുമ്പോ ഇതങ്ങ് അള്ള പുറത്തു തരും എന്നാരും കരുതിയിരിക്കണ്ട. 1,00,000 ആളുകൾ വന്ന് ജനാസ നിസ്കരിക്കുമ്പോ അള്ള ഇതും അങ്ങ് മാറ്റിത്തരുമെന്ന് കരുതണ്ട. കാരണം ഇത് പെരടിയിൽ നിർബന്ധമായ ഒരു നിർബന്ധമാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യം പിന്നീട് വരാനുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുത്തില്ല, കണക്കനുസരിച്ച് മക്കൾ കൊടുത്തു, അത് വീട്ടിൽ പോകും. ഹജ്ജ് ഫർളായിട്ടുണ്ട്, നിങ്ങൾ വീട്ടിയിട്ടില്ല, മക്കൾ നിങ്ങൾക്ക് പകരം ചെയ്തു, വേറെ ആരെങ്കിലും ചെയ്ത് വീട്ടിൽ പോകും. അതേ നോമ്പ് നോൽക്കാത്തവരാണ്, പകരം നോറ്റു അല്ലെങ്കിൽ മുദ്ദ് കൊടുത്ത് വീട്ടിൽ പോകും. നിസ്കാരം എന്ത് ചെയ്യാനാണ്? അതിന് മറ്റു വഴികളില്ലല്ലോ, മറ്റു മാർഗങ്ങളില്ലല്ലോ. അതുകൊണ്ട് അവനവന്റെ പെരടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നിസ്കാരം 1 ഇഞ്ച് പോലും തെറ്റാതെ നിർവഹിക്കണം. നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവനല്ലേ അവന് സുബ്ഹാനല്ലാഹ് അന്ത്യം മോശമാണ്. അവസാന നേരത്ത് അവന് വരുന്നത് വല്ലാത്ത ഷർറാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഈമാന് നേരെ മൊഴിഞ്ഞു കിട്ടൂല, കലിമ ചൊല്ലാനുള്ള അവസരം ലഭിക്കൂല. ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ. ചില നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവർക്കാണ് സർവനാശവും. സമയം പരിഗണിക്കാതെ ഖളാക്കുന്നവരാണ്, സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നവരാണ്. തീരെ നിസ്കരിക്കാത്തവരെ കഥ എടുക്കാനില്ല. ഇപ്പോഴോ നിസ്കരിക്കുന്നവരെ പറ്റിയാ പറഞ്ഞത്. പക്ഷേ ളുഹർ നിസ്കരിക്കുമ്പോ അസ്റാകും, അസ്ർ നിസ്കരിക്കുമ്പോ മഗ്രിബാകും, മഗ്രിബ് നിസ്കരിക്കുമ്പോ ഇശാകും, സുബഹി നിസ്കരിക്കുമ്പോ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും. അങ്ങനെ മാറി 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 നിസ്കരിക്കുന്ന സ്വഭാവം. നിസ്കരിക്കാത്തവർ ഏത് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാണിംഗ് ചെയ്തത്? ചെറിയ രൂപത്തിലല്ലല്ലോ, കർശനമായ രൂപത്തിൽ തന്നെ തങ്ങൾ പറഞ്ഞു. നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ മാർഗങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിസ്കാരമുണ്ട് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ. അതേതാ? മെൻസസ് കാലത്ത്, അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ നേരത്ത് 40 ദിവസക്കമായ നമ്മളെ നാട്ടിൽ കൊണ്ടൊരു 40 കുളി. ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട് 40 കുളി. കുളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല ഭക്ഷണം ഉണ്ടായിക്കോട്ടെ, കഴിച്ചോട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിഫാസ് രക്തം 20-25 നേരത്തെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 40 കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് എഴുതി പിന്തിച്ചു പോകരുത്. നിസ്കാരം നേരത്തെ നടക്കണം. പിന്നെ അവരങ്ങനെ വിശ്രമിച്ചോട്ടെ, കിടന്നോട്ടെ, നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചു, തകരാറില്ല. പക്ഷെ ടൈമിൽ നിസ്കരിച്ചോളണം. നിസ്കരിക്കാനായോ? ആ നിർബന്ധ കുളിയൊക്കെ കുളിച്ച് 10 ദിവസമായി, പിന്നെ നിസ്കരിക്കാത്ത 40 ആയിക്കോട്ടെ, അങ്ങനെ പിന്തിക്കരില്ല. എപ്പോഴാണോ നിഫാസ് രക്തം നിലക്കുന്നത് അപ്പൊ നിർബന്ധത്തിന്റെ നിയ്യത്ത് വെച്ച് കുളിച്ച് ഓരോ ടൈമിലുമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കണം. 40 ആയിട്ടേ കുളിച്ച് നിസ്കരിക്കാവൂ എന്ന് ധരിക്കരുത്. മെൻസസായ ഒരു പെണ്ണിന് പകല് സമയത്ത് 2 മണിക്ക് 2:30 മണിക്ക് ബാങ്ക് കൊടുക്കുന്ന 12:30-ക്ക് ശേഷമല്ലേ?
1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട്, നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനാ ളുഹർ പെരടിയിൽ നിർബന്ധമായി. 2:30 മണിയാകുമ്പോ മെൻസസായ പെണ്ണ് എങ്ങനെ ഉസ്താദേ നിസ്കരിക്കുക? 4-5 ദിവസം കഴിയുമ്പോ, അല്ലെങ്കിൽ 6-7 ദിവസം കഴിയുമ്പോ ഈ മെൻസസ് അങ്ങ് നിലച്ചു പോകും. നിർബന്ധത്തിന്റെ കുളി കുളിച്ചിട്ട് തുടങ്ങുന്ന ദിവസത്തിലെ ളുഹറില്ലേ, ആ ളുഹറിന്റെ കൂടെ ജമ്മാക്കപ്പെടുന്ന അസുറില്ലേ, രണ്ടും നിസ്കരിക്കല് വീട്ടിൽ നിർബന്ധമാണ്, ഒഴിച്ചുകൂടാ. ഇങ്ങനെ തുടങ്ങി വരുന്ന നിസ്കാരങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള അറിവ് നമ്മൾ ഓരോരുത്തരും സംബന്ധിക്കണം, നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ പള്ളിയിലേക്ക് ഇശാഇനും അതുപോലെ തന്നെ സുബീക്കും വരാത്ത ആളുകളെ തന്നെ അവര് വല്ലാതെ തരം താഴ്ന്നവരായിട്ട്, നിഫാഖിന്റെ സ്വഭാവമുള്ളവരായിട്ടാണ് കാണാറുള്ളത്. നിസ്കരിക്കാത്തവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, നിസ്കരിക്കുന്നവരാ, പക്ഷേ സുബൈക്കും ഇശാഇനും വരാൻ മടിയാണെങ്കിൽ അവരെ കാഴ്ചപ്പാട് എന്തോ ഒരു ഈമാൻ കുറവ് അവർക്കുണ്ട്, നിഫാഖ് ഉണ്ട് എന്നൊരു സംശയമാണ് സ്വഹാബത്തിന്. നിസ്കരിക്കാത്തവരെ പറ്റിയോ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയാനുള്ള കാരണം, ഒരു മുസ്ലിമിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൗന്ദര്യമാണ് നിസ്കാരം. അത് നിർവഹിക്കുന്നതിനൊരു തടസ്സവും ഇല്ല സഹോദരങ്ങളെ. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല തന്നത് അതിനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നിസ്കാരത്തിലൂടെ സാധിക്കാത്തൊരു വിഷയവുമില്ല, എല്ലാ ബറക്കത്തും ലഭിക്കും. നിങ്ങൾ നോക്ക്, എത്ര ഉദാഹരണങ്ങൾ കാണാം. കേട്ടിട്ടില്ലേ, വലിയൊരു പണ്ഡിതനാണ് യാക്കൂബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു. അവരും അവരുടെ കൂട്ടുകാരും കൂടിയിട്ടൊരു യാത്ര പോകുന്നു. അങ്ങനെ അവരതാ ഒരു നാട്ടിൽ പള്ളിയിൽ കയറി. വല്ലാത്ത വിശപ്പുണ്ട്, കയ്യിലാണെങ്കിൽ കാശുമില്ല. എന്ത് ചെയ്യും? അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളൊരു നറുക്കിടുക. ആർക്കാണോ നറുക്ക് വീഴുന്നത് അയാൾ ജനങ്ങളോട് പോയിട്ട് കൈ കാണിച്ചിട്ട് കാശ് വാങ്ങിക്കൊണ്ടുവരണം. എന്തിന്? ഭക്ഷണം കഴിക്കാൻ. വലിയൊരു പണ്ഡിതനാണ് യാക്കൂബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു. താബീങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. 60-70 വയസ്സുകാലത്തും ഹദീസ് ചോദിച്ച ഒരു ഹദീസും തെറ്റാതെ ചൊല്ലിക്കൊടുത്ത വലിയ പണ്ഡിതനാണ്. ആ മഹാനുഭാവനും അടക്കമുള്ള ഈ സംഘത്തിൽ നറുക്ക് വീണു. അവസാനം നറുക്ക് വീണത് യാക്കൂബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനാ നറുക്ക് വീണത്. നേതാവിന് തന്നെ നറുക്ക് വീണത്. മഹാനവറുകൾ ചിന്തിച്ചു, ഏതായാലും നറുക്കിന്റെ വിഷയത്തിൽ പിന്നെ മാറ്റൊന്നുമില്ലല്ലോ, അങ്ങനെയല്ല ആദ്യത്തെ തീരുമാനം. നിസ്കരിച്ചു. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾ എത്തിപ്പെട്ട മാർഗവും ഞങ്ങൾ സഞ്ചരിച്ച വഴിയൊക്കെ നിനക്കറിയാമല്ലോ, നീ ഞങ്ങൾക്ക് തരേണ്ടത് തരുന്നവനാണല്ലോ, ഒന്നും ഇതുവരെ നീ മുടക്കിയിട്ടില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞ് മഹാനവർകൾ പുറത്തിറങ്ങാൻ നേരത്ത് അതാ ഒരാൾ വന്ന് ചോദിക്കുന്നു, ആരാണ്? യാക്കൂബ് ഇബ്നു സുഫിയാൻ. എന്തേന്ന് ചോദിക്കുമ്പോ, നിങ്ങളടുത്തേക്ക് രാജാവ് പറഞ്ഞയച്ചതാണ് എന്നെ, നാട് ഭരിക്കുന്ന തൂലൂൻ രാജാവ് എന്നെ പറഞ്ഞു വിട്ടതാണ്, ഞാൻ രാജാവിന്റെ ദൂതനാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ കയ്യിൽ കാശ് തന്നിട്ടുണ്ട് 100 ദിർഹം. പുറത്തു പോയി യാചിക്കേണ്ട ഒരു അവസ്ഥയും വന്നില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് രാജാവിന്റെ ദൂതൻ എത്തിപ്പോയി. എന്തേ കാരണം? ചോദിച്ച സമയത്ത് ദൂതൻ പറഞ്ഞു, രാജാവ് ഉച്ചമയക്കത്തില്, അഥവാ ഉച്ചന്റെ മുമ്പൊന്ന് കിടന്നുറങ്ങായിരുന്നു ളുഹറിന്റെ മുമ്പ്. ആ ഉറക്കത്തിന് രാജാവിന് 2-3 അടി കിട്ടിയിട്ട് രാജാവ് ഉണർന്നപ്പോ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ? എന്റെ ആളുകളിൽപ്പെട്ട കുറച്ചാളുകള്, അവരിൽ നേതാവാണ് യാക്കൂബ് ഇബ്നു സുഫിയാൻ എന്ന് പറയുന്ന മഹാൻ അടക്കമുള്ളവര് ഭക്ഷണം കിട്ടാതെ അവർ പള്ളിയിലുണ്ട്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, അവർക്ക് വേണ്ട ഒത്താശ ചെയ്യണേ. രാജാവിന് നിർദ്ദേശം കിട്ടുന്ന നേരത്ത് സഹോദരന്മാരെ, ഇവിടെ ചർച്ചയും നറുക്കിടലും നടക്കുന്ന നേരമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് രാജാവിന്റെ ദൂതൻ ദിർഹമുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നാടിന്റെ പരിസരത്തിൽ എന്ത് പ്രയാസത്തിൽ പെട്ടാലും രാജാവിനെ അറിയിച്ചാൽ മതി, ഉടനെ രാജാവ് നിറവേറ്റിത്തരും. നിസ്കാരമല്ലേ അവിടെ പരിഹാരമായി വർത്തിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് പഠിപ്പിച്ചത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം ഒഴിവാക്കരുത്.
മരിക്കുന്ന നേരത്ത് മൂമിനായി മരിക്കുക എന്നുള്ളത് നമ്മുടെ ആശയാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു നിസ്കാരത്തെ വേണ്ടതുപോലെ പരിഗണിക്കാത്ത മനുഷ്യൻ ഹലാഖിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പെരടിയിൽ ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു നിസ്കാരം ബാക്കിയുണ്ടെങ്കിൽ വയസ്സിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 60, 65, 70 ആയിട്ടുണ്ടാകും. അള്ളാഹു മിച്ചം തന്ന് ദുനിയാവ് കൊണ്ട് സുഖിക്കാനല്ല, ഈ വക കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണ്ടതുപോലെ നിർവഹിച്ചിട്ട് അള്ളാഹുവിലേക്ക് അങ്ങ് പോകാനാണ്. അതിനാണ് ആയുസ് ഇങ്ങനെ നീട്ടിത്തരുന്നത്, സൗകര്യങ്ങളൊക്കെ തരുന്നത്, പെട്ടെന്ന് കൊണ്ടുപോകാതെ നമ്മളങ്ങനെ ബാക്കി വെക്കുന്നത്. അല്ല വേറെ കാര്യത്തിന് നമുക്ക് അള്ളാഹു സൗകര്യത്തിന് അള്ളാഹിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ റഹ്ഫത്താണ്, റഹ്മത്താണ്. ഉള്ളതൊക്കെ വീട്ടിക്കോട്ടെ, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോട്ടെ, സൗകര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് ആ സമയങ്ങളൊക്കെ മാനിച്ച് കഴിവിന്റെ പരമാവധി നല്ല രൂപത്തിലായി നിസ്കാരത്തിന്റെ ബാധ്യതകളിൽ നിന്ന് വീട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.